ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഉള്ള ചില പുസ്തകങ്ങൾ പിന്നെ അറിയാവുന്ന ആൾക്കാരെ മനസ്സിലൊക്കെ ചോദിച്ച ചില കാര്യങ്ങളൊക്കെ ചോദിച്ചൊരു കുറിപ്പൊക്കെ തയ്യാറാക്കിയിട്ട് അത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊന്നും അപ്പം അങ്ങനെയാണെപ്പോഴാണ് ഈ പട്ടത്തിനെ കുറിച്ച് ഓർത്തൊന്നും എടുത്ത് വായിച്ചത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഈ 25 കൊല്ലത്തിന് മുമ്പ് ഈ ഇതാണ് ഇപ്പം തയ്യാറാക്കിയതിനേക്കാൾ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് അത് വായിക്കുന്നത്. കാര്യം 25 കൊല്ലത്തിന് മുമ്പ് എനിക്ക് 50 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ 9 ഒക്കെ അല്ലേ ഉള്ളൂ. അന്ന് കുറേ കൂടെ ബുദ്ധിയും ചേതനയും സങ്കല്പവും എല്ലാം കുറേ കൂടെ യുഗത്തുള്ളായിരുന്നൊരു കാലമാണ്. അപ്പോൾ അന്ന് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പിന്നെ ഈ മറ്റു വിദ്യാഭ്യാസമല്ലോ അപ്പുറത്തെ കുട്ടികളെ നേട്ടാളും ദേഷ്യം വരുന്നതല്ല. അന്ന് കുട്ടികളെ കരഞ്ഞോട്ടം നോക്കുന്ന ഒരു സമയമാണ്. മറ്റാളുകളുടെ സാന്നിധ്യം അംഗീകരിക്കാൻ കഴിയുന്നൊരു കാലമാണ്. ആ കാലത്തായിരുന്നുകൊണ്ട് അത് കുറേ കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പേര് വേണമെങ്കിൽ കാണിക്കാം. അല്ല ഒരു സ്മൃതി വന്നിരുന്ന ഒരു മാസിക ഏതോ ഒരു മാസിക കൊണ്ടൊന്ന് വായിച്ച് തോന്നുന്നതല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഈ നിങ്ങളെല്ലാവരും സിനിമ കാണുന്നവരല്ലേ? ഞാനും സിനിമ കാണുന്ന ആളാണ്. നമ്മളെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊന്നും മറ്റേ 6-ാം തമ്പുരാനാണ്. 6-ാം തമ്പുരാനിലെ നരേന്ദ്രപ്രസാദ് മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കുളപ്പള്ളി അപ്പൻ ജഗന്നാഥനോട് ചോദിക്കുന്നു, നീ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, തമ്പുരാനെ ഞാൻ അതുപോലെ അന്വേഷിക്കുന്നതാണ്. അതുമാത്രമല്ല ശങ്കരനും വേദവ്യാസനും പാതരായനും ഒക്കെ അന്വേഷിച്ചിരുന്ന ഈ ചോദ്യമാണ്. ഞാൻ ആര്, അല്ലെ നീ ആരെന്ന് മറ്റുള്ള ചോദിക്കുന്നു. അതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചവരാണ് ഈ ദർശനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആരാണ് ഞാൻ എന്ന് അന്വേഷിക്കുന്നതാണ്. ആ അന്വേഷണം അറിവ് നേടുന്നതിലൂടെ മാത്രമേ സാധിക്കൂ. ജ്ഞാനത്തിലൂടെ എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നതിലൂടെ. അത് വിദ്യാജ്ഞാനമാകാൻ പാടില്ല. ഒരുപാട് അറിവ് അന്വേഷിക്കുമ്പോൾ അറിയാം നമുക്ക് ഒരുപാട് തെറ്റായ അറിവുകൾ നമ്മൾ മനസ്സിലാക്കും. ഒരുപാട് എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും നമ്മൾ തെറ്റായ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പല തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. അതെല്ലാം ശരിയായ അറിവിന് പ്രമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള പ്രമാണങ്ങൾ കണ്ടുപിടിച്ച് ഈ ലോകത്തുള്ള ഭൗതിക പദാർത്ഥത്തെ മാത്രമല്ല, ഭൗതിക പദാർത്ഥത്തിനൊപ്പം ആ പദാർത്ഥങ്ങളുടെ രൂപാന്തരം കൊണ്ടോ അല്ലാതെ ഉണ്ടായിട്ടുള്ള മനസ്സും ബുദ്ധിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇത്, അതിനുശേഷം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ശക്തികൾ എന്തെങ്കിലുണ്ട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ ദർശനങ്ങളുണ്ടായത്. അപ്പോൾ അത് ദർശനങ്ങൾ 6 ദർശനങ്ങളാണല്ലോ. ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ന്യായം എന്ന് പറയുന്ന ദർശനം. പ്രമേയ എന്ന യഥാർത്ഥ ജ്ഞാനത്തെ വിദ്യാജ്ഞാനത്തിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള യുക്തിഭദ്രവും സുസംഘടിതവുമായ ശാസ്ത്രമാണ് ആന്വേഷിക എന്നുകൂടി പേരുള്ള ന്യായ സിദ്ധാന്തം. ആന്വേഷിക എന്നുകൂടെ പറയാറുണ്ട്. ഈ സിദ്ധാന്തമുള്ള പ്രത്യേകത ഈ രാജകുമാരന്മാർ ക്ഷത്രിയന്മാർക്കൊക്കെ ഉള്ള വിദ്യാഭ്യാസത്തിൽ വേദപാഠങ്ങളുടെ കൂട്ടത്തിൽ ഈ ആന്വേഷികയുടെ പഠിപ്പിക്കുകയാണ്. കാര്യം അതുകൊണ്ട് പ്രാധാന്യം, വേദത്തിൻ്റെ പ്രാധാന്യം ഇതിലുണ്ടെന്നല്ല, പക്ഷെ അതുകൂടെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആന്വേഷിക ഒരു പഠന വിഷയമായിരുന്നു കേട്ടിട്ടില്ല. പക്ഷപാത ഗൗതമൻ എന്നൊരു മുനിയാണ് എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗൗതമൻ ന്യായസൂത്രത്തിൻ്റെ ഉപജാതാവായിട്ട് അറിയപ്പെടുന്ന ആൾ പക്ഷപാത ഗൗതമൻ. അപ്പോൾ യാഥാർത്ഥ്യത്തെ, അതായത് ആസ്തിക ദാർശനികന്മാരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന മാത്രമല്ല, അല്ലാത്തത്, അതായത് ചാർവാകന്മാരുടെ മാതിരി കാണുന്നത് മാത്രം വിശ്വസിക്കുന്നവരായിരുന്നില്ല. നമ്മളുടെ പ്രത്യക്ഷ ജ്ഞാനത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി അവർ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ യാഥാർത്ഥ്യത്തെ നമ്മുടെ പ്രകടനമായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നു അല്ലാത്തതുമായിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തെ മുഴുവൻ 16 പദാർത്ഥങ്ങളായിട്ട് വർഗീകരിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നതാണ്. 16 ന്യായത്തിൽ പദാർത്ഥം എന്നുള്ള വാക്ക് ഈ ദർശനങ്ങളുടെ വിദ്യയിലും വരും. പദാർത്ഥം അതായത് ഭൗതിക പദാർത്ഥവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ യാഥാർത്ഥ്യം പറയുന്നത്. അവർക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നത് 16 പദാർത്ഥങ്ങളായിട്ട് വർഗീകരിച്ച് ഇന്നുണ്ട്. അതായത് അപ്പം അറിയേണ്ട വസ്തു, അതിനുള്ള അറിവിൻ്റെ ആ വസ്തുക്കളെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് നേടേണ്ടത്. അപ്പം ആ അറിവ് തേടുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡത്തിനാണ് പ്രമാണം എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ ഉപയോഗിച്ചാണ് അറിവുകൾ അന്വേഷിക്കുന്നത്. അവരുടെ
അറിവുകൾ സമ്പാദിക്കും. അറിയേണ്ട വസ്തുവിന് പ്രമേയം എന്ന് പറയും. പ്രമാണം, പ്രമേയം. ഈ ന്യായശാസ്ത്രത്തിലെ പ്രമാണങ്ങളിൽ പ്രധാനം 16 പദാർത്ഥങ്ങളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും പ്രമാണവും പ്രമേയവും. അതായത് പദാർത്ഥങ്ങൾ, അവരുടെ പദാർത്ഥങ്ങൾ. മറ്റ് പദാർത്ഥങ്ങളുടെ പേര് വേണമെങ്കിൽ സംശയം, പ്രയോജനം, ദൃഷ്ടാന്തം, സിദ്ധാന്തം, തർക്കം, അങ്ങനെ ഏറ്റവും കൂടുതൽ നിഗ്രഹ സ്ഥാനം, അവസാന ചേരുന്ന തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്ന സ്ഥാനം വരെയുള്ള 16 പദാർത്ഥങ്ങളാണ് അവർ എടുത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അറിവിൻ്റെ മാനദണ്ഡം അഥവാ പ്രമാണം, അറിയപ്പെടേണ്ട വസ്തു, പ്രമേയം. ഈ പ്രമാണത്തിലൂടെ നമുക്ക് വസ്തുക്കളെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. അതിന് അറിവിന് ഈ പ്രമാണങ്ങളിലെ അവർ സ്വീകരിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ, അവരുടെ അറിവിൻ്റെ അവരുടെ ഉപാധികൾ അറിയാൻ അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ. ഒന്ന് പ്രത്യക്ഷം. പ്രത്യക്ഷം നേരിൽ കണ്ടുള്ള അറിവ്. മറ്റേ നിങ്ങൾ ഒരാളെ അവിടെ ഇരിക്കുന്നു, ചേച്ചി അവിടെ ഇരിക്കുന്നു, ഞാൻ എനിക്ക് കണ്ടാൽ അറിയാമല്ലോ ചേച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ വേറെ തെളിവൊന്നും വേണ്ട. ഞാൻ പ്രത്യക്ഷം എന്ന് പറയുന്ന അറിവ്. തെറ്റകത്തിലൂടെ പറയാൻ കേട്ടോ, ഞാൻ ഈ സംസ്കൃത വാക്കുകൾ പറയുന്നത്. അപ്പോൾ അതാണ് പ്രത്യക്ഷം. പ്രത്യക്ഷം കഴിഞ്ഞാൽ അടുത്ത അനുമാനമുള്ളത് അനുമാനിക്കുക. അതായത് അതിന് ന്യായശാസ്ത്രം അറിയപ്പെടുന്നതിന് ഈ അനുമാനത്തിന് കൊടുത്ത പ്രാധാന്യമാണ്. മറ്റു പലരും അതുപോലെ മറ്റേ ഇവരെ പോലുള്ളവരൊക്കെ ഈ ചാർവാകന്മാരെ പോലുള്ളവരൊക്കെ പ്രത്യക്ഷം മാത്രമേ കഴിവായിട്ടെടുക്കാറുള്ളൂ. അനുമാനം എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുന്നിൽ തീയുണ്ട്, കാരണം കുന്നിൽ പുക കാണുന്നിടത്ത് തീ ഉള്ളിടത്തായിരിക്കും പുക കാണുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുന്നിൽ പുക കാണാൻ സാധ്യതയുണ്ട്. അതായത് കുന്നിൽ തീയുണ്ട്. ഇങ്ങനെ ഇതാണ് അവിടുത്തെ പുഷ്പ ഉദാഹരണം. കുന്നിലെ തീ, കുന്നിലെ പുക മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതുകൊണ്ട് തീയുണ്ട് എന്ന് അനുമാനിക്കുന്നതാണ് അനുമാനം എന്ന് പറയുന്നത്. ഈ അനുമാനത്തെക്കുറിച്ച് അനുമാനം ഒരു പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത് പലരും അംഗീകരിക്കാതിരുന്നതുകൊണ്ടാവാം അവരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതിനാൽ ആ കുന്നിൽ തീയുണ്ടെന്ന് പറയുന്ന ആദ്യ പ്രസ്താവനയ്ക്ക് പ്രതിജ്ഞ എന്ന് പറയും. ആ പ്രതിജ്ഞ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ദൃഢപ്രതിജ്ഞ അല്ല, സ്റ്റേറ്റ്മെൻറ്റ്. കേതു, കാരണം കുന്നിൽ പുക കാണുന്നത്. ഉദാഹരണം, തീയില്ല ഉള്ളിടത്താണ് പുക കാണുന്നത്, അടുക്കളയിലെ പോലെ. അതാണ് അതിൻ്റെ ഉദാഹരണം. ഉപനയം, അതുകൊണ്ട് തീ കാണാൻ സാധ്യതയുണ്ട്. കുന്നിൽ തീ പുക കാണുന്നതുകൊണ്ട് തീ കാണാൻ സാധ്യത. നിഗമനം, അതുകൊണ്ട് കുന്നിൽ തീ കത്തുന്നു. അതാണ് അതിൻ്റെ. പിന്നെ ഒരെണ്ണം ഉപമാനം എന്ന് പറയുന്നത് ഒരു അറിയാനുള്ള മറ്റൊരു അറിവിൻ്റെ മാർഗം, അറിവിൻ്റെ ഉപകരണം. നിഗമനം എന്ന് പറയും. നിഗമനമല്ല, ഉപമാനം എന്ന് പറയും. അതായത് നമ്മൾ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട്. പശു മ്ലാവെന്നൊരു കാട്ടുമൃഗമുണ്ട്. അത് പശുവിനെ പോലെ ഇരിക്കും എന്ന് പറയാം. നമ്മളൊരിക്കൽ കാട്ടിൽ പോയി പശുവിനെ പോലെ മൃഗം കണ്ടാൽ അതാണ് മ്ലാവ് എന്ന് ഊഹിക്കുന്നതാണ്. അത് ആ തരത്തിലുള്ള അറിവാണ്. അതിന് വേറെ ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് വേറൊന്നിനെ, ഏകദേശം സാമ്യമുള്ള ഒരു ഉദാഹരണം വെച്ച് വേറൊന്നിനെ അറിയുന്നതിനാണ് ഉപമാനം എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് ശബ്ദപ്രമാണം. ശബ്ദപ്രമാണം വെച്ചാൽ ആപ്തവാക്യങ്ങൾ. മറ്റേ നമ്മുടെ സാമാന്യമൊക്കെ സംസാരിക്കുമ്പോൾ ഉദ്ധരിക്കാറുണ്ടല്ലോ, ഉപനിഷത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഉള്ള അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവർക്ക് തെറ്റ് പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. അതിപ്പോൾ അവരുടെ പ്രമാണങ്ങൾ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ട്, മാർച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അതിനാണ് ശബ്ദപ്രമാണം. അത് അംഗീകരിക്കപ്പെടാവുന്നതാണ്. ആ വിശ്വാസക്കാർക്ക് അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് ആ പ്രമാണം. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വേദങ്ങൾ പ്രമാണമാണ്. നമ്മുടെ ഈ ദർശനങ്ങളിലെല്ലാം വേദം പ്രമാണമാണ്. അതുപോലെ മറ്റു പലർക്കും വേദം പ്രമാണമല്ല. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വസനീയമായ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഋഷിമാർ അവരൊക്കെ പറഞ്ഞത് അവരുടെ വാക്യങ്ങൾ, ആപ്തവാക്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ശബ്ദപ്രമാണം. അപ്പം ഇത് അറിവിൻ്റെ മാർഗങ്ങളാണ് പറഞ്ഞത്. അറിയുന്ന എന്താണെന്നുള്ളത് പറഞ്ഞത്. പിന്നെ ന്യായത്തിൻ്റെ വേറൊരു വലിയ പ്രത്യേകത, ന്യായം നേരത്തെ പറഞ്ഞത് ന്യായം ആത്മാവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കും.
അവരുടെ ഒന്നാമത്തെ പ്രമേയം തന്നെ പ്രമേയങ്ങൾ 12 അപ്പോൾ അതിലെ ഒന്നാമത്തെ പ്രമേയം തന്നെ ഈ അത് അറിയപ്പെടേണ്ട വസ്തുക്കൾ പ്രമേയങ്ങൾ. അത് ഞാൻ പറയാം. ആത്മാവ്, ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ, പുനർജന്മം തുടങ്ങി അപവർഗം എന്നൊരു വാക്കുണ്ട്. അപവർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോക്ഷം എന്നൊക്കെ പറയുന്ന, അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്രീഡം ഫ്രം സഫറിങ്, അവസാനത്തെ എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം വരെയുള്ള കാര്യങ്ങൾ പ്രമേയമാണ്. അറിയപ്പെടേണ്ട കാര്യങ്ങളെന്നാണ്. അത് വസ്തുക്കളാണെന്നുള്ളതല്ല, അതൊക്കെ അറിയപ്പെടേണ്ട അറിയപ്പെടേണ്ട സങ്കല്പങ്ങളാണ്, അല്ലെ വസ്തുക്കളാണ് എന്നുള്ളത്. ഒന്നാമത്തെ പ്രമേയം. അപ്പം അതിലൊന്നാമത്തെ പ്രമേയം അറിയപ്പെടേണ്ട വസ്തുക്കൾ ഒന്നാമത്തേത് ആത്മാവ്. അപ്പം ആത്മാവിൻ്റെ, പക്ഷേ ആത്മാവിൻ്റെ ഏകത്വം ഒന്നുണ്ടല്ലോ, എല്ലാ ആത്മാവും ഒന്നാണ്. ആ ആത്മാവ് പരമാത്മാവായിട്ട് ആ തിയറി അവർ വിശ്വസിക്കുന്നു. ഒരു ശരീരത്തിലുള്ള ആത്മാവ്, ഒരു ജീവനുള്ള ശരീരം, ഒരു ജീവിയുടെ ശരീരത്തിലുള്ള ആത്മാവ് കൊണ്ടാണ് ന്യായത്തിൻ്റെ പ്രത്യേകത. അത് അദ്വൈതകാലം തൊഴിച്ച് വേറെ ഒരു ദർശനവും ഈ ആത്മാവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നു. പിന്നെ ഈ ആത്മാവിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആത്മാവിൻ്റെ നിരുപാധിക മോചനം. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആത്മാവ് മോചിക്കപ്പെടുക, ജനന മരണങ്ങളുടെ ചക്രത്തിൽ നിന്ന് മോചിച്ച് ജനനമരണങ്ങളില്ലാത്ത അവസ്ഥയിലെത്തുക. അത് തന്നെയാണ് എല്ലാ ദർശനങ്ങളെ പോലെ ഇതിൻ്റെ ലക്ഷ്യം. അതാണ് ആത്യന്തികമായിട്ടുള്ള മനുഷ്യൻ്റെ ആത്യന്തികമായ, അതിനവർ നിശ്രേയസം എന്നാണ്. മോക്ഷം എന്ന് പറയുന്നത് വരെ ന്യായവാദികൾക്ക് നിശ്രേയസം എന്നാണ് പറയുന്നത്. നിശ്രേയസത്തിലെത്തുക എന്നുള്ളതാണ്. അത് ആ നിശ്രേയസത്തിലെത്തുക എന്നുള്ളതാണ് അവർ മറ്റേ ദർശനങ്ങളെ പോലെ അവർ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ആത്മാവ് മാത്രമല്ല, ഈശ്വരൻ്റെ അസ്തിത്വത്തെ ന്യായവാദിയായിരിക്കും. ശേശ്വര സിദ്ധാന്തങ്ങളും നിരീശ്വര സിദ്ധാന്തങ്ങളുമുണ്ട്. അപ്പോൾ ശേശ്വര ചിന്താ പദ്ധതിയാണ് ന്യായം, ശേശ്വര ചിന്താ പദ്ധതി. അപ്പോൾ അതിന് അതുപോലെ ഈ സിദ്ധാന്തങ്ങളിലൊക്കെ ഇതിൽ പലതിലും വരുന്ന വേറൊരു പേരാണ് അദൃഷ്ടം എന്നുള്ളത്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ പല ജന്മങ്ങളിലായിട്ട് ചെയ്ത, അതായത് നിശ്രേയസം പ്രാപിക്കുന്നതിന് മുമ്പ്, മറ്റു ചിലർ കൈവല്യം എന്ന് പറയും, മറ്റു ചിലർ മോക്ഷം എന്ന് പറയും, അങ്ങനെ പല അത് പ്രാപിക്കുന്നതിന് മുമ്പ് പല ജന്മങ്ങളിലായിട്ട് ചെയ്ത പാപപുണ്യങ്ങളുടെ ഒരു ബാലൻസ്, പാപത്തിൻ്റെ പുണ്യങ്ങളുടെ കൂടെ ചേർത്ത് അക്കൗണ്ട്സ് അറിയാവുന്നവർക്ക് ഈ ട്രയ ബാലൻസ് എടുക്കുന്ന പോലെ ഉണ്ടാകുന്ന ആ ബാലൻസിനാണ് അദൃഷ്ടം എന്ന് പറയുന്നത്, പാപപുണ്യങ്ങളുടെ. ഈ അദൃഷ്ടമാണ് ഇങ്ങനെ പ്രവർത്തിച്ച് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യുന്നത്. അത് അദൃഷ്ടം സ്വയം പ്രവർത്തിക്കുന്നത്, അദൃഷ്ടത്തെ പ്രവർത്തിപ്പിക്കുന്നത് പാപപുണ്യങ്ങളുടെ നമുക്ക് കൂടുതൽ പരിചയമുള്ള ഞങ്ങൾ ഉപയോഗിച്ചാൽ ഈ സഞ്ചിത കർമ്മങ്ങളെന്ന്, പ്രാരബ്ധ കർമ്മങ്ങളെന്നൊക്കെ പറയാവുന്ന അതിനെ പ്രവർത്തിപ്പിക്കുന്ന അത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളാണല്ലോ ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മളെ കൊണ്ട് അത് പ്രവർത്തിക്കുന്ന ആൾ നമ്മൾ ഈ അദ്വൈതത്തിൽ കൂടുതൽ പരിചയമുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു, ദേവതാന്തത്തിൽ കൂടുതൽ പരിചയമുള്ളത് വിശ്വസിക്കുന്നു. അപ്പം അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. ഇത്രയാണ് ന്യായത്തെക്കുറിച്ച് പറയാനുള്ളത്. ന്യായത്തെക്കുറിച്ച് ഇത്ര പറയാനുള്ളതെന്നല്ല, ന്യായത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് അത് ഒരുപാട് കാര്യങ്ങൾ. ഒരു 3-4 ന്യായം MA ഒരു ഓപ്ഷണൽ സബ്ജക്റ്റാണ് സംസ്കൃത കോളേജിൽ. അതായത് 2 കൊല്ലം സംസ്കൃതം BA ഡിഗ്രി ഉള്ളവരെ MA 2 കൊല്ലം കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ന്യായം. ഇതാണ് ന്യായത്തിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പറയാനുള്ളത് ഉണ്ടോ? ശരി. പിന്നീട് ഈ ന്യായത്തിൻ്റെ അതേ അത് ഇത്ര പിന്നെ പറഞ്ഞു കേൾക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഈ കാര്യം ന്യായത്തിൽ ഈ പറയുന്നവർ തന്നെ അടുത്ത സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ചിന്താ പദ്ധതി വൈശേഷികം എന്നൊരു ചിന്താ പദ്ധതിയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ജ്ഞാനത്തിലുള്ള നിശ്രേയസം നേടാനാവുമെന്നാണ് അവർ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിലൂടെ നിശ്രേയസം നേടാവുന്നു, അതായത് നമ്മളൊക്കെ പറയുന്നത് മോക്ഷം നേടാനാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് വൈശേഷികന്മാർ. പിന്നെ ന്യായത്തിലെ പോലെ തന്നെ നിശ്രേയസം എന്ന അതീത ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം അതാണ്. സുഖദുഃഖകാരമായ അദൃഷ്ടം എന്ന ആശയം, അദൃഷ്ടം പാപപുണ്യങ്ങളുടെ ആകത്തുകയായ അദൃഷ്ടം എന്ന ആശയം, അതാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമാണ്. അതിൻ്റെ ആ ആശയത്തെക്കുറിച്ചുള്ള അത് വൈശേഷികമാണ്. പിന്നെ പദാർത്ഥങ്ങൾ ഒരു പമ്പ എന്നുള്ളത്
ഏഴാണ് അവർക്ക് ഏഴാണ് ഇവരുടെ പദാർത്ഥം. ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം എന്നിങ്ങനെയാണ് അവരുടെ പദാർത്ഥങ്ങൾ. അതായത് ദ്രവ്യം, ഗുണം, കർമ്മം, സാമാന്യം, വിശേഷം, സമവായം, അഭാവം എന്നിങ്ങനെ 7 എണ്ണമാണ് അവരുടെ പദാർത്ഥങ്ങൾ. അവര് പ്രത്യക്ഷവും അനുമാനവും മാത്രമേ പ്രമാണങ്ങളായിട്ട് സ്വീകരിക്കൂ. അവർക്ക് ശബ്ദവും മറ്റേ ഉപമാനവും അവരെ സ്വീകരിക്കുന്നു. പ്രത്യക്ഷത്തിൽ അറിയാവുന്നതും യുക്തിയുക്തമായിട്ട് അനുമാനത്തിനെടുക്കാൻ മാത്രമേ അവർ എടുക്കുന്നു. അതിലെ ദ്രവ്യം, ഒന്നാമത്തെ പദാർത്ഥം ദ്രവ്യമാണ്. ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനം അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നതാണ് അവരുടെ പദാർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പഞ്ചഭൂതങ്ങൾ, ദിക്കാലങ്ങൾ, ആത്മാവ്, മനസ്സ് എന്നിവയാണ് 9 ദ്രവ്യങ്ങൾ. പഞ്ചഭൂതങ്ങൾ, ദിക്ക്, കാലം, ആത്മാവ്, മനസ്സ് എന്നിവയാണ് 9 ദ്രവ്യങ്ങൾ. പദാർത്ഥങ്ങളല്ല, ദ്രവ്യങ്ങൾ. പദാർത്ഥങ്ങളുടെ ആദ്യത്തെ ദ്രവ്യം. ആ ദ്രവ്യത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് ദിക്കാലങ്ങൾ, ആത്മാവ്, മനസ്സ് എന്നിവ. പഞ്ചഭൂതങ്ങൾ, ദിക്കാലങ്ങൾ, ആത്മാവ്, മനസ്സ് എന്നിവയാണ് 9 ദ്രവ്യങ്ങൾ. ഭൂമി, വായു, അഗ്നി, ജലം എന്നീ 4 ദ്രവ്യങ്ങളും പരമാണുക്കൾ. അതാണ് വൈശേഷികത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ന്യായദ്രവ്യമാണ് അങ്ങനെ തന്നെയാണ്. ഈ പരമാണുക്കളുടെ ആറ്റംസിൻ്റെ സംഘാതമാണ്. ആറ്റംസ് കൂടിച്ചേരുന്നതാണ് ഏത് വസ്തു. അതാണ് അവരുടെ തിയറിയുടെ പ്രത്യേകത. പരമാണുക്കളുടെ സംഘാതമായി പ്രപഞ്ചത്തെ വിശദീകരിച്ച ആദ്യത്തെ ചിന്താ പദ്ധതിയാണ് വൈശേഷികം. പിന്നെ ദ്രവ്യങ്ങൾ കഴിഞ്ഞിട്ട് ഗുണങ്ങൾ. രൂപ, രസ, ഗന്ധ, സ്പർശാദികളായ 24 ഗുണങ്ങളാണ്. ഗുണമില്ലാതെ ദ്രവ്യമോ ദ്രവ്യമില്ലാതെ ഗുണമോ ഇല്ല. ഗുണം നിശ്ചലമാണെങ്കിൽ കർമ്മം ചലനാത്മകമാണ്. കർമ്മങ്ങൾക്കും ദ്രവ്യങ്ങൾക്കും വേറിട്ട് നിലനിൽക്കില്ല. അത് കർമ്മം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെക്കുറിച്ച്. ഒരു സംഘത്തിലെ ഘടകങ്ങളിലും ഇതെല്ലാം കാണപ്പെടുന്ന പിന്നെ ഈ വിശേഷവും സാമാന്യം എന്ന് പറഞ്ഞാൽ ഈ വൈശേഷികം എന്ന് പേര് പറഞ്ഞത് തന്നെ ഇവർക്ക് വിശേഷം എന്നൊരു പദാർത്ഥം. സാമാന്യം, വിശേഷം 2 പദാർത്ഥങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ഇവർക്കുണ്ട്. ഒരു ഉദാഹരണത്തിന് അത് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നതല്ലാതെ വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പശുക്കൾ എന്ന് പറയും. പശുക്കൾ എന്ന് പറയുന്ന പശുത്വമാണ്. പശു എന്തിനാണ് നമ്മൾ പശു എന്ന് പറയുന്നത്? ആ ഒരു സ്വഭാവവിശേഷമാണ് പശുത്വം എന്ന് പറയുന്നത്. അതാണ് സാമാന്യം. പക്ഷെ ഓരോ പശുവിനും എന്തെങ്കിലും പ്രത്യേകത മറ്റു പശുക്കൾക്കൊന്നുമില്ല. പുള്ളിയോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഇതാണ്. അപ്പോൾ അതിനാണ് വിശേഷം എന്ന് പറഞ്ഞത്. ആ സംഘത്തിലെ അംഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വിശേഷം. അതിൽ ഓരോ അംഗത്തിനും പ്രത്യേകമായിട്ടുള്ള വിശേഷമാണ് വിശേഷം എന്ന് പറയുന്നത്. ഓരോ അംഗത്തിനും പ്രത്യേകമുള്ള സ്വഭാവം. സംഘത്തിൻ്റെ പൊതു സ്വഭാവത്തിന് സാമാന്യം എന്ന് പറയുന്നത്. ഈ വിശേഷത്തിന് ഈ ഒരു സിദ്ധാന്തത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് വൈശേഷികം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ മറ്റു പലതിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് വിശേഷം എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തോട് കൊടുക്കുന്നത്. അതുപോലെ ഇവർക്ക് സമവായം എന്ന് പറയുന്ന ഒരു പ്രസ്തുതത്തെ കുറിച്ച് പറയും. സമവായം എന്നൊരു സദസ്സനം അവരുടെ പദാർത്ഥങ്ങളിൽ പെടുന്നതാണ്. പക്ഷേ സംയോഗം എന്ന് പറഞ്ഞൊരു പദാർത്ഥം അവരുടെ ഗുണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേക പദാർത്ഥം എടുത്ത് പറഞ്ഞാൽ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമവായം. സമവായം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്ന സമവായമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കുന്നതല്ല. ഒരിക്കലും മാറാത്ത നിത്യമായ പരസ്പര ബന്ധത്തിനാണ് സമവായം എന്ന് പറയുന്നത്. അവിഭാജ്യമായ നിത്യമായ പരസ്പര ബന്ധത്തിനാണ് സമവായം എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത അഭാവം എന്നൊരു പദാർത്ഥത്തെ കുറിച്ച് പറയുന്നത്. മറ്റേ പലരും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അഭാവം ഒരു പദാർത്ഥം. അതായത് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഇല്ല എന്നുള്ളത് അവർക്ക് ഒരു എന്താ പറയുക പരിഗണിക്കപ്പെടേണ്ട ഒരു പദാർത്ഥമായിട്ട് പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ്. അത് ഉദാഹരണത്തിന് നമ്മൾ സാമാന്യ ജീവിതത്തിൽ അറിയാമല്ലോ, ഇല്ല എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ് കറണ്ട്. അപ്പോൾ വെളിച്ചമില്ല, കറണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ അഭാവം ഒരു പദാർത്ഥം. ഈ പരമാണുക്കളുടെ സംയോഗത്തിൽ നിന്നാണല്ലോ സൃഷ്ടി ഉണ്ടാകുന്നത്. അത് യാന്ത്രികമായിട്ട് നടക്കാൻ തന്നെ നടന്നു പോകുന്നതല്ല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളിനെയാണ് അത് ഈശ്വരൻ എന്ന് പറയുന്നത്. ഞാൻ
ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം എന്നിവയുടെ വിളനിലമായ സർവേശ്വരനാണ് അദൃഷ്ടത്തെ പ്രവർത്തിക്കുന്നത്. അദൃഷ്ടം എന്ന് പറയുന്ന ന്യായത്തിൽ പറഞ്ഞത് അദൃഷ്ടമാണ് ഇവിടെയും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഇത് അദൃഷ്ടം സ്വയം പ്രവർത്തിക്കില്ല, അദൃഷ്ടത്തെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് വൈശേഷികം ഇത് പറഞ്ഞു വെക്കാൻ കഴിയുമെന്ന് എനിക്കറിയാൻ കഴിയും. പിന്നെ നമുക്കെല്ലാം പരിചയമുള്ള പരിപാടി ഉണ്ടല്ലോ, പ്രകൃതി പുരുഷൻ എന്നുള്ള അതിൻ്റെ ആ തത്വശാസ്ത്രമാണ് അടുത്തത് സാഖ്യം. ഇന്ത്യൻ ദർശനത്തിൽ ഏറ്റവും പഴയ കരുതപ്പെടുന്നത് സാഖ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവരെല്ലാം നമ്മൾ പല ആളുകളും ഭാഗവതം വായിക്കുന്ന പറയാനുണ്ട് സാഖ്യത്തെക്കുറിച്ച് കപില മഹർഷിയെക്കുറിച്ചൊക്കെ ഭാഗവതത്തിൽ പരാമർശമുണ്ടായി. മുഴുവൻ അത് വിശദമായിട്ട് പറയാൻ പറ്റില്ല, കേൾക്കേണ്ടി വരും. കപിലമുനി എന്നൊരാളിനെ കുറിച്ചാണ് സാഖ്യം കപിലമുനിയുടെ ആണെന്നാണ് അതിൻ്റെ കർത്തൃത്വം കപിലമുനിക്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ലഭ്യമായ കാരിക ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞ ആചാര്യൻ്റെയാണ് സാഖ്യകാരിക. ഈശ്വരകൃഷ്ണൻ്റെ കാരിക പ്രത്യേകത മാത്രമല്ല, അത് വളരെ രസകരമായ ഒരു രസകരം മീൻസ് തമാശ എന്നുള്ള അർത്ഥത്തിലാണ്. വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു താല്പര്യം തോന്നുന്നത് ഒന്നാണ്. എനിക്ക് സംസ്കൃതം ഞാൻ പിന്നെ മലയാളത്തിൽ അച്ചടിച്ചത് മലയാള പരിഭാഷ വെച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് പറഞ്ഞത് സാഖ്യകാരിക വായിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണ്. അത് ഭാഗവതത്തിലെ സാഖ്യ അധ്യായം ഞാൻ വായിച്ചിട്ടില്ല, അപ്പോൾ എനിക്കത് അറിഞ്ഞൂടാ. ഭാഗവതത്തിലെ സാഖ്യത്തെക്കുറിച്ച് എന്താ പറയുന്നതാണ്. സാഖ്യകാരികയിലും പിന്നെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പറയാം. സാഖ്യം ദ്വൈതവാദമാണ്. അത് ദ്വൈതവാദം എന്നൊക്കെ അതിപ്പം മറ്റു നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ദ്വൈതവാദമാണ്. ദ്വൈതം നൃത്യം എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ത്രിഗുണാത്മികമായ പ്രകൃതിയാണ് സൃഷ്ടി നടത്തുന്നതെന്നും പുരുഷൻ ഉദാസീനനും അകർത്താവുമായ സാക്ഷി മാത്രമാണെന്നും സാക്ഷി കൊടുക്കുന്നു. സാങ്കി പദാർത്ഥങ്ങളെല്ലാം ഒരു 36 16 പറഞ്ഞ പദാർത്ഥങ്ങളെല്ലാം രണ്ടായിട്ടങ്ങ് ഗ്രൂപ്പ് ചെയ്യും. പുരുഷനും പ്രകൃതി. ആ പ്രകൃതി ആണ് സൃഷ്ടി നടത്തുന്നത്. പുരുഷൻ ഉദാസീനനും അകർത്താവുമായ സാക്ഷിയാണ്. അകർത്താവാണ്. ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ആളല്ല പുരുഷൻ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, പുരുഷൻ എന്ന് പറയുമ്പോൾ പരപുരുഷനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അല്ല സാങ്കേതിക പുരുഷൻ്റെ ഏകത്വം എന്നുള്ളത് സാങ്കേതിക അംഗീകരിക്കുന്നില്ല. പുരുഷൻ അനേകമാണ്. ഓരോ ജീവിക്കും ഒരു പുരുഷനുണ്ടാകും. പുരുഷൻ്റെ ഏകത്വം എന്ന് പറയുന്നത് സാങ്കേതികം അംഗീകരിക്കുന്നില്ല. പിന്നെ കാര്യത്തിനെല്ലാം കാരണമുണ്ടെന്ന് മാത്രമല്ല, കാരണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും കൂടി ഇവർ പറയുന്നുണ്ട്. അതിനെ സൽക്കാര്യവാദം എന്ന് പറയാം. കാരണം അത് അങ്ങനെ ഒരു വാദഗതി ഇതിനകത്ത് പറയാൻ കാരണം ബുദ്ധമതക്കാർ അസൽക്കാര്യവാദികളാണ്. അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തത് ഞാൻ അത് കളയാം. പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം പുരുഷൻ അകർത്താവാണ്. പുരുഷൻ സൃഷ്ടിയൊന്നുണ്ടാവും. സൃഷ്ടി നടത്തുന്ന പ്രകൃതിയാണ്. അചേതനമായ പ്രകൃതി മൂലപ്രകൃതി സത്വരജോസ്തമോഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ നിത്യവും സൂക്ഷ്മവുമാണ്. അതാരം പ്രകൃതിക്ക് യാതൊരു ഭാവമില്ല. പ്രകൃതി വളരെ സൂക്ഷ്മമായിരിക്കും. ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാനൊന്നും ഉണ്ടാവില്ല. ഈ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് അവരുടെ ഇക്വലിബ്രിയത്തിന്, ഇംഗ്ലീഷ് പറഞ്ഞ ഇക്വലിബ്രിയത്തിന് ഭംഗം വരുമ്പോഴാണ് പ്രകൃതിയിൽ സൃഷ്ടി നടക്കുന്നത്. അപ്പോഴാണ് പരിണാമം ആരംഭിക്കുന്നത്. ഇത് പരിണാമ സിദ്ധാന്തം എന്ന് പറയും. നമ്മുടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല, ദാർശനിക ദർശനങ്ങളിലെ പരിണാമ സിദ്ധാന്തം. അതായത് പ്രകൃതി പരിണമിച്ചാണ്, മൂലപ്രകൃതി പരിണമിച്ചാണ് സൃഷ്ടി നടത്തുന്നത്. അതിൽ പിന്നെ സൃഷ്ടിയുടെ ആ പരിണാമം ഒന്നാമത് മൂലപ്രകൃതി അഥവാ പ്രധാനം, അതിൽ നിന്ന് മഹത്ത് അഥവാ ബുദ്ധി, പ്രകൃതി, അതിൽ നിന്ന് ബുദ്ധി, ബുദ്ധിയിൽ നിന്ന് അഹങ്കാരം, താത്വികമായ അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, താമസമായ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദം, സ്പർശം, വർണ്ണം, രസം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകളിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങൾ. ഇപ്പോൾ എത്രയായി? പ്രകൃതി, പുരുഷൻ, പ്രകൃതി, മഹത്ത് അഥവാ ബുദ്ധി, പിന്നെ അഹങ്കാരത്തിൽ നിന്ന് സാത്വികമായ അഹങ്കാരത്തിൽ നിന്ന് മനസ്സ്,
5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 15 അങ്ങനെ 19 കാരണം ശബ്ദം, സ്പർശം, വർണ്ണം, രസം എന്നിങ്ങനെ 5 തന്മാത്ര. 5 തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂതങ്ങളുടെ, മഹാഭൂതങ്ങളുടെ അപഞ്ചീകൃതമായ അവസ്ഥയാണ്, അബ്സ്ട്രാക്റ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അവസ്ഥയ്ക്കാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അതായത് മഹാഭൂതങ്ങളുടെ തന്നെ അത് ശബ്ദം, സ്പർശം, വർണ്ണം, രസം, ഗന്ധം എന്നിങ്ങനെയാണ് അതിൻ്റെ അത് പഞ്ചഭൂതങ്ങളുടെ ഗുണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് 5 തന്മാത്രകളിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങൾ: വായു, ഭൂമി, വായു, ആകാശം, അഗ്നി, ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, അങ്ങനെ 5. ഇതാണ് പരിണാമത്തിൻ്റെ കർമ്മം. ഇതെല്ലാം ഉണ്ടായത് ഈ മൂലപ്രകൃതിയുടെ ഇക്വലിബ്രിയം നഷ്ടപ്പെട്ടപ്പോഴാണ് സൃഷ്ടി ഉണ്ടായത്. എന്തെങ്കിലും ഇക്വലിബ്രിയം വീണ്ടെടുക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ഉൾവലിയിച്ച് ഇല്ലാതാവും. എല്ലാം മൂലപ്രകൃതി ലയിച്ച്. എന്തിനാണ് പ്രകൃതി സൃഷ്ടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ പുരുഷൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. മോചനം, മുക്തി, ജീവൻ മുക്തി, വിദേഹമുക്തി എന്ന 2 കാര്യങ്ങളാണ് ഈ സാഖ്യ മതക്കാർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളത്. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി ഉള്ള മുക്തി. ആ മുക്തിക്ക് വേണ്ടി മറ്റൊരു നിശ്രേയസം എന്ന് പറഞ്ഞാണ് ഇവരുടെ മുക്തി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതി ഈ ലീലയെല്ലാം നടക്കുന്നത്. പ്രകൃതിയുടെ ലീല പുരുഷൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. പുരുഷൻ മോചിപ്പിച്ച് കഴിഞ്ഞാൽ, പുരുഷൻ ജനനമരണങ്ങൾ ശൃംഖലയിൽ നിന്ന് മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രകൃതി അയാളവിടെ എന്നിട്ട് വേറെ മോചിക്കപ്പെടാനുള്ളതിലേക്ക് പോകുമായിരിക്കും. അതായത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വിഷമമാണ്. അത് കൂടുതൽ പാണ്ഡിത്യം ആവശ്യമുണ്ട് അതിനെ കുറിച്ച് പറയാം. അതായത് കാണികളുടെ മുമ്പിൽ നൃത്തം അവതരിപ്പിച്ചതിന് ശേഷം നർത്തകി എപ്രകാരം വിരമിക്കുന്നുവോ അപ്രകാരം പുരുഷൻ ആത്മസ്വരൂപം പ്രകടിപ്പിച്ചതിന് ശേഷം പ്രകൃതി സ്വയം വിരമിക്കുന്നു എന്നാണ് ഈശ്വരകൃഷ്ണൻ പറയുന്നത്. അതായത് ഏതാണ്ട് നൃത്തരംഗത്തെ പോലെ വളരെ കാവ്യാത്മകമായിട്ടാണ് ഈശ്വരകൃഷ്ണൻ കാര്യമില്ല. അതാണ് ഞാൻ ഇവിടെ കൂട്ടിയത്. അത് യഥാർത്ഥ ലീല സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മാംസചക്ഷുകളോടൊന്നും കാണാനുണ്ട്. ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കാനേ കഴിയും. പിന്നെ പുരുഷൻ്റെ ഏകത്വം അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഏകത്വം അംഗീകരിക്കുന്നില്ല. ഓരോ ജീവിതത്തിലും ഓരോ പുരുഷൻ, ആ പുരുഷന്മാരെ ഓരോരുത്തരും മോചിപ്പിക്കാതെ അവരോട് പോകും അങ്ങനെയൊന്നും ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അവരൊക്കെ ജന്മമരണങ്ങളിൽ നിന്ന് ആ ശൃംഖലയിൽ നിന്ന് ജനിമരണങ്ങൾ എനിക്കിനി വേണ്ടാന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലെത്തുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് പുരുഷന്മാരും അവരുടെ മോചനമൊക്കെ വന്നപ്പോഴാണ് ആദ്യകാലത്ത് സാഖ്യ നിരീശ്വരമായിരുന്നു. കാരികയിൽ ആദ്യത്തെ സാങ്കേതികളൊന്നും ഈശ്വരനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ ഈ അനേക പുരുഷന്മാരും അവരുടെ മോചനവും വന്നിട്ടുള്ളത് യുക്തിസഹമല്ലെന്ന് തോന്നിയുകൊണ്ടാവാം ഈശ്വര സങ്കല്പം പിന്നീട് സാഖ്യ ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാവുന്നതാണ്. പക്ഷേ എനിക്ക് അതല്ല ഇതിനകത്ത് താല്പര്യമുള്ള യുക്ത 1-2 മാഡം വരെ പോകുന്നുണ്ട്. അവർക്ക് പിന്നെ മറ്റുള്ള നമ്മളൊക്കെ കേട്ടാണ് യോഗാസനം, യോഗ എന്ന് പറഞ്ഞ് വലിയ കോലാഹലം മറ്റേ ടി വിയിലൊക്കെ കാണുന്നു. അതല്ല ഇവിടെ പറയാൻ പറ്റുന്നത്. അത് ഇതിനകത്തുള്ള ഒരു അംശം മാത്രമുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗസൂത്രത്തിൽ. പിന്നെ യോഗത്തിന് അതിന് മുമ്പ് യോഗം സാങ്കേതിൻ്റെ ഒരു തുടർച്ചയാണ്. പല കാര്യങ്ങളിലും സാങ്കേതിൻ്റെ തുടർച്ചയാണ് യോഗം. സാങ്കേതിക ഇല്ലാത്ത ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് മിക്കവാറും പ്രാക്ടീസിനെ കുറിച്ചാണ്, ഈ പ്രായോഗിക കാര്യങ്ങളാണ്. പ്രകൃതി, പുരുഷൻ്റെ അകർത്തൃത്വം തുടങ്ങിയതെല്ലാം യോഗം അംഗീകരിക്കുന്നു. ഒരു പുരുഷോത്തമനായി, പുരുഷന്മാരുടെ ഏറ്റവും ഉത്തമനായി ഈശ്വരനെയും യോഗവിധി സങ്കല്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രധാന കാര്യം ഇത് ഈ യോഗത്തിൽ പരിസമാപ്തി അതിൽ എത്തിച്ചേരേണ്ട പരമ ലക്ഷ്യം അവരതിന് കൈവല്യമുണ്ട്, മോക്ഷമുണ്ട്. അപ്പോൾ കൈവല്യത്തിലെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ചിത്തവൃത്തി നിരോധനം. ചിത്തവൃത്തികൾ നിരോധിക്കുന്നതിലൂടെയാണ് ഈ ആളുകൾ ആത്യന്തികമായിട്ട് കൈവല്യത്തിലെത്തുന്നത്.
വൃത്തികൾ, ചിത്തത്തിൻ്റെ വൃത്തികൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പ്രമാണം, വിപരീയം, വികല്പം, നിദ്ര, സ്മൃതി എന്നിങ്ങനെ 5 വൃത്തികൾ. മനസ്സ് നമ്മുടെ ചിത്തം എന്ന് പറയുമ്പോൾ മനസ്സ് മാത്രമല്ല, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്തുള്ള അന്ധകാരമാണ് ചിത്തം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിത്രം മനസ്സ് മാത്രമല്ല, ചിത്രം മനസ്സെന്ന് മാത്രം അർത്ഥം എടുക്കാൻ പാടില്ല. അപ്പം അതിൽ 5 വൃത്തികൾ. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമാണം തന്നെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. വിപരീയം എന്ന് പറഞ്ഞാൽ മിഥ്യാബോധം. വികല്പം എന്ന് പറഞ്ഞാൽ സംശയം ധർമ്മമായ. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല, താമസമായ വൃത്തി, അതാണ് നിദ്ര. സ്മൃതി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, നമുക്കെല്ലാവരുടെയും ഈ സ്മൃതി വലിയ സ്മൃതിയാണ്. പലപ്പോഴും നമുക്ക് പഴയ കാര്യങ്ങൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലും കൂടെ പറഞ്ഞത് എനിക്ക് വേറെ ഗുരുക്കന്മാരില്ല, ഞാൻ തന്നെ പുസ്തകങ്ങൾ വായിച്ച ഇതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ ഈ ചിത്തവൃത്തികൾ. അപ്പോൾ ഈ ചിത്തവൃത്തികൾ സാധാരണ രീതിയിൽ ചിത്തവൃത്തികൾ കുഴപ്പമില്ല, പക്ഷേ ക്ലിഷ്ടവും അക്ലിഷ്ടവുമാകാം, ക്ലേശകരവുമാകാം, അല്ലാത്തതുമാകാം. ആ ഒന്നാമത്തെ ഒഴിച്ച് ബാക്കിയുള്ള വൃത്തികളും ക്ലേശകരമാണ്. അപ്പം ഈ ക്ലേശങ്ങൾ എന്ന് പറയുന്നത്, ഈ ക്ലേശങ്ങളാണ് യോഗവിദ്യയ്ക്കും മറ്റേ സാക്ഷാൽ മോക്ഷപ്രാപ്തിക്കും കൈവല്യ പ്രാപ്തിക്കും തടസ്സമാകുന്നത്. അവിദ്യ, അസ്മിത, രാഗം, ദേഷം, അഭിനിവേശം ഇവയാണ് പഞ്ചക്ലേശങ്ങൾ. അവിദ്യ ഇഗ്നോറൻസ്, അറിയില്ലായ്മ. അസ്മിത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു പണ്ഡിതില്ല, ഞാൻ ഒരു വിനയത്തിന് പറയുന്നതല്ല, ഞാൻ സത്യം പറയുന്നു. രാഗം, ദേഷം അറിയാമോ. അഭിനിവേശം എന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞ താല്പര്യം ഓരോന്നിലുണ്ടാകും. സാങ്കേതികമായിട്ട് വല്ല അർത്ഥങ്ങളും കാണും, അത് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥമാണ്. അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ ചിത്തവൃത്തി നിരോധം നേടാനാവും. ചിത്തസ്ഥിരതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രയത്നം അഭ്യാസം. കണ്ടതും കേട്ടതുമായ വിഷയങ്ങളിലെ പ്രശ്നങ്ങളില്ലാതെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നത്, വശമാക്കുന്നതിന് വൈരാഗ്യം എന്ന് പറയും. ചിത്തവൃത്തി നിരോധത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ എത്ര ലേഖനത്തിന് വേണ്ടി വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിത്തവൃത്തി നിരോധം ചിത്തവൃത്തി നിരോധത്തിന് അർത്ഥങ്ങളുള്ള ഒരു മാർഗം നിശ്ചയിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, ഇതാണ് അഷ്ടാംഗ യോഗം. എല്ലാ അഷ്ടാംഗങ്ങൾ ഇതൊക്കെയാണ്. യമം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായ ശുദ്ധി. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യമം എന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കൽ, ബ്രഹ്മചര്യം തന്നെ, അപരിഗ്രഹം എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്വന്തമായിട്ടില്ലാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായ സ്വത്ത് സമ്പാദനം ഇല്ലാതിരിക്കുക, അതാണ് അപരിഗ്രഹം. നിയമം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധി, അന്തരികശുദ്ധിയാണ് യമം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഈശ്വര പ്രണിധാനമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലോകത്തിൽ. കാര്യം ഇതൊന്നും വേണ്ട, പൂർണ്ണമായിട്ട് ഈശ്വരന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ഈ അഭ്യാസങ്ങളൊന്നും വേണ്ട എന്നാണ് ഈ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശൗചം ശുദ്ധി, സന്തോഷം, തപസ്, സ്വാധ്യായം, സ്വയം അഭ്യസിക്കൽ, ഈശ്വര പ്രണിധാനം. പിന്നെ ഉള്ളതാണ് ആസനം. ആസനം എന്ന് പറഞ്ഞാൽ പോസ്റ്റർ, ഇരിപ്പ്, സുഖകരമായിട്ട് ഏത് ഇരിപ്പ് വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് യോഗശാസ്ത്രത്തിൽ പറയാം. അപ്പം ഫോട്ടോ കൊണ്ടിരുന്നത് അതൊക്കെ ഫോട്ടോ എടുക്കുന്നത് എന്താണ്, അതുകൊണ്ടുള്ള ഗുണം, അതിനാണ് എൻ്റെ ഗുണം കാണുമായിരുന്നു. അതല്ല ഇതിനകത്ത് പറയുന്നത്. ഞാൻ പറയാം പ്രാണായാമം എന്ന് പറയാം ശ്വാസ നിയന്ത്രണം. പ്രത്യാഹാരം വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നമ്മൾ പിൻവലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ പോയി ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ. പിന്നെ ധ്യാനം എന്താണെന്ന് പറയണ്ട. അത് കഴിഞ്ഞ് സമാധി. ഇത് എല്ലാ ദിവസവും സമാധി, ഓരോ ദിവസവും സമാധി കിട്ടുമല്ല, ഇതൊരു ജീവിതചര്യയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. യോഗ ഇപ്പോൾ നമ്മൾ യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ജീവിതചര്യയാണ്. ഈ പതഞ്ജല യോഗവും ഒരു ജീവിതചര്യയാണ്. ഇതിൻ്റെയൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത രീതി പിന്തുടരുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കൈവല്യം നേടാൻ പറ്റും. അത് അവിടെ ഇതാണ് ജനന മരണങ്ങളിൽ നിന്നുള്ള പതനം. ആ
മോചനത്തിന് കൈവല്യം എന്നാണ് ഇവർ പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതായത് മനസ്സ് പൂർണ്ണമായിട്ട് ഈ ഇതെല്ലാം കൊണ്ട് നമ്മുടെ അന്ധകരണം പൂർണ്ണമായിട്ട് ശുദ്ധ അവകാശത്തിൽ ശുദ്ധബോധം, അതായത് പരമമായ ഈശ്വരൻ പ്രതിരോധി, അങ്ങനെയാണ് എന്നാണ് അതിൻ്റെ കൈവല്യത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഒന്നുണ്ടല്ലേ പിന്നുള്ളത് മീമാംസം, ഓരോ മീമാംസം. ഇനിയുള്ളത് രണ്ടെണ്ണം വേദങ്ങൾ. ഇതൊക്കെ മറ്റ് ശാസ്ത്രങ്ങളെ എടുത്ത് ആധാരമാക്കുള്ളതായിരുന്നു ഈ പറഞ്ഞല്ല. ഇനിയുള്ള രണ്ടെണ്ണം മീമാംസയും വേദാന്തവും. ഒരു പൂർവ്വ മീമാംസയും ഉത്തര മീമാംസയും എന്നാണ് പറയുന്നത്. വൈദിക സാഹിത്യത്തെ ആധാരമാക്കുള്ളതാണ്. അതിൽ വേദമന്ത്രങ്ങളെ വേദമന്ത്രങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടുള്ള വേദമന്ത്രങ്ങളെ ധരിച്ചുകൊണ്ടുള്ള ആ സിദ്ധാന്തമാണ് മീമാംസ. ഉപനിഷത്തുകളാണ് പ്രധാനമായിട്ടും വേദാന്തത്തിന് ആധാരമായിട്ടുള്ളത്. ഇവരുടെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം അത് പറയാതിരിക്കാൻ പറ്റില്ല. മീമാംസകാരന്മാർ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് അവരുടെ ശബ്ദത്തെക്കുറിച്ചുള്ള ശബ്ദത്തെക്കുറിച്ചുള്ള വാക്കിനെക്കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തത്തിൻ്റെ പേര്. അതായത് വാക്ക് ഒരു നാലായിട്ട് വാക്ക് ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് വാക്കെന്നാണ്. അത് അതിൻ്റെ തുടക്കം പര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഏറ്റവും ശക്തിയുള്ളതാണ് പര എന്ന് പറയുന്ന വാക്ക്. അത് എല്ലാം കാണുന്ന പശ്യന്തിയായിട്ട് മാറും. പശ്യന്തി ആവിഷ്കാരത്തിൻ്റെ രൂപത്തിലെത്തുമ്പോൾ അത് മധ്യമയാവും. ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അത് വൈകല്യമാണ്. അങ്ങനെ ആ തിയറിയുണ്ട്. ആ സിദ്ധാന്തം വളരെ പ്രധാനമാണ്. അത് നമുക്ക് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ നിവർത്തിയില്ല. ഒരു കലകാലങ്ങളുടെ ഉപാധികളിലൂടെ മലിനീകരിക്കപ്പെടാത്ത ശബ്ദങ്ങളാണ് മന്ത്രങ്ങൾ. അതിനെയാണ് മന്ത്രങ്ങളെന്ന് പറയുന്നത്. മലിനീകരിക്കപ്പെടാത്ത ശബ്ദങ്ങളാണ് കലകാലങ്ങളുടെ ഉപാധികളിലൂടെ മലിനീകരിക്കപ്പെടാത്ത ശബ്ദങ്ങളാണ് മന്ത്രങ്ങൾ. ശരിയായി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് ശരിയായി. ഈ പറഞ്ഞ പരാപശ്യന്തി എന്നൊക്കെ ഉള്ള അതിൻ്റെ ആ സിദ്ധാന്തം അനുസരിച്ച് തന്നെ വേണം അത് ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിച്ച് വിളിച്ചാൽ ദേവതകൾ വരും. അങ്ങനെയാണ് യാഗഭൂമി ദേവതകളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയുന്നത്. അത് ആണ് മീമാംസകളുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവർക്ക് 4 പ്രമാണങ്ങൾ കൂടാതെ അർത്ഥാപത്യങ്ങൾ അറിവ് സമ്പാദിക്കാനുള്ള ഉപാധികൾക്കാണ് നമ്മൾ പ്രമാണങ്ങളെന്ന് പറയും. ഇവർക്ക് മറ്റേ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം കൂടാതെ അർത്ഥാപത്യം എന്നൊരു പ്രമാണമാണ്. അർത്ഥാപത്യം എന്ന് പറഞ്ഞാൽ അതൊരു ഉദാഹരണം ഇവിടെ പറയാം. അത് ഉപയോഗത്തിനേക്കാൾ നല്ല ഉദാഹരണം കൂടെ പറയാം. കടിയൻ ചൈത്രൻ പകൽ ഉണ്ണുന്നില്ല. അതാണ് ഇവരുടെ ശാന്തിയുടെ ഉദാഹരണം. കടിയൻ ചൈത്രൻ പകൽ ഉണ്ണുന്നില്ല. രാത്രി ഉണ്ണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ്. ഇവൻ നല്ല രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. കടിയനാണ്, പക്ഷെ പകൽ ഒന്നും കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് അർത്ഥാപത്യം എന്ന് പറഞ്ഞത്. അങ്ങനെ നിഗമനങ്ങളിലെത്തുന്നത്. അത് അത്തരം സാഹചര്യങ്ങൾ നിഗമനങ്ങളിലെത്താൻ കഴിയും. വാലിഡായ കൃത്യമായ തെറ്റില്ലാത്ത നിഗമനങ്ങളിലെത്താൻ കഴിയും. അതാണ് അർത്ഥാപത്യം. അനുപലബ്ധി എന്നൊരു പ്രമാണമുള്ളത്. അഭാവത്തിലൂടെ പ്രത്യക്ഷമായ അറിവ് സംഭവിക്കുക. ഏതെങ്കിലും ഒരു വസ്തു ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടെന്നുള്ള പോലെ ഉണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയായിട്ടും പോലെ ഇല്ലെങ്കിലും നമുക്ക് ഒരു കാര്യം തീർച്ചയാക്കാം. അപ്പം അതിനാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഈ യാഗങ്ങളിലൂടെ ഇവർ നേടുന്നത് സ്വർഗമാണ് എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അവർക്ക് അങ്ങനെ മോശപ്രാപ്തിയെ കുറിച്ച് പറഞ്ഞത് അവർ സ്വർഗലബ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ യാഗസ്ഥലത്ത് ദേവതകളായിട്ട് വിചാരിക്കുക. അതിന് അവർക്ക് അവരെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകും. അവരുടെ ബഹുദൈവ വിശ്വാസികളാണ്. ചിത്രമായ ദൈവങ്ങളെ ആരാധിക്കുന്നു, കല്ലിനെ മലയെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അത് അവരങ്ങനെ ആരാധിക്കുകയല്ല. അവരുടെ മനസ്സിൽ അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് അടിസ്ഥാനത്തിൽ അവർ ചില ചിത്രങ്ങൾ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ദേവതകളായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഒരു വെള്ളച്ചാട്ടവും അഗ്നി, ഏറ്റവും അവരുടെ ആദ്യത്തെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്ന അഗ്നിയോട് ഒരുപാട് പ്രയോജനങ്ങൾ വിശ്വാസിക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം അത് അഗ്നി ദേവനായിട്ട് സങ്കല്പിക്കുന്നവരുണ്ട്. അതുപോലെ ശിരസിൽ നിന്ന് ഗംഗ ഒഴുകുന്ന ദൈവം
അത് ഒരാളിങ്ങനെ അവിടെ ഇരുന്ന് തിരിച്ച് വെള്ളം ഒഴുകുന്നുള്ളതാണ്. അപ്പം അതൊരു പ്രതീകമാണ്. അത്തരം പ്രതീകങ്ങൾ ഒരുപാടുണ്ട്. അത് വളരെ അർത്ഥകരമായ പ്രതീകമാണ്. അത് നേരെ മനസ്സിലാക്കാനാണ് നല്ല അവരെ കുറ്റം പറയാം. ഇതെന്നമ്മ എന്ന് പറഞ്ഞാണ് അവർ എല്ലാ അർത്ഥങ്ങളും എല്ലാ മന്ത്രങ്ങളും വരച്ചിട്ടുണ്ട്. ഇതെന്നമ്മ, ഇതെൻ്റെ അല്ല, അതവർ പറയുക മാത്രമല്ല, അതാണ് അവരുടെ മനസ്സിൽ. ഈ ഇത്രയൊക്കെ അറിയാവുന്ന ഒരു മീമാംസകന് ഇത് സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്നമ്മ മനസ്സിലേക്ക് ഉണ്ടായിരിക്കും. പിന്നെ എന്തിനാണ് സ്വർഗത്തിൽ പോകുമ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഒരു പറഞ്ഞു സ്വയം യാഗം ചെയ്യുന്നത് പോലെ ഒരുപാട് യാഗം ചെയ്ത് കഴിഞ്ഞാൽ അവനോട് തന്നെ യാഗം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് നേടുന്നു ചോദിച്ചാൽ അത് അവരുടെ വിശ്വാസമാണ്. അവരെ സ്വർഗത്തിൽ പിന്നെ അവർക്ക് അവരുടെ ഒരു സിദ്ധാന്തം കൂടെ പറയാനുണ്ട്. ഈ ധർമ്മം ഒരാളുടെ ധർമ്മം എന്താണ്? അപ്പം യാഗം നടത്തുന്നതാണ് ധർമ്മം. പറഞ്ഞാൽ യാഗം നടത്തുന്ന ധർമ്മമായിട്ട് ആളുണ്ട്. ധർമ്മം എന്നുള്ളതിന് അവരൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ഋതം നിർവ താളം. ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൻ്റെ പ്രപഞ്ചഗതിയുടെ താളത്തിനാണ് ഋതം എന്ന് പറയുന്നത്. ആ താളത്തിനനുസരിച്ച് ആ താളം തെറ്റിക്കാതെ ജീവിക്കുന്നതിനാണ് ഋതം. ആ താളത്തിന് ഋതം എന്ന് പറയുന്നത് ആ യുദ്ധത്തിനനുസരിച്ച് പ്രപഞ്ചഗതിയുടെ താളത്തിനനുസരിച്ച് ജീവിക്കുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരാളുടെ ധർമ്മമാണ്. അപ്പം മീമാംസകരാണ് പ്രധാന ധർമ്മമനുസരിച്ച് യാഗം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടി പിന്നെ വേദാന്തം അതാണ് വേദാന്തത്തെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ പറയേണ്ട അറിയാത്ത ആരും ഇവിടെ കാണുന്നത്. മറ്റേ ഉപനിഷത്തുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് വേദാന്തം എന്ന് പറയുന്നത്. ഉപനിഷത്തുകളിലെ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേദാന്തം. അവരുടെ പ്രമാണ ഗ്രന്ഥം ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യ എഴുതിയ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന. നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ആ ബ്രഹ്മസൂത്രം വായിച്ചിട്ടില്ല, പറഞ്ഞു കേൾക്കും. നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നവരല്ല അതാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ തന്നെയാണ് സ്വാമി ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതായിരിക്കും. അവിടെ വേദത്തിൽ അങ്ങനെ ഒരു ഈശ്വരനുണ്ട്. മായാസംയുക്തമായ ബ്രഹ്മം മായയോട്ട് ചേരും. മായ എന്നുള്ള സങ്കല്പം വേദാന്തത്തിലാണ്. മായ കൊണ്ടാണ് ഈ സാങ്കേന്മാരിലോട്ട് പ്രകൃതി പരിണമിച്ചുണ്ടായെന്നുള്ള സിദ്ധാന്തം അവർ അംഗീകരിക്കുന്നു. അതിന് പകരം ഇവരുടെ വിവർത്തവാദമുണ്ട്. ബ്രഹ്മം വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ. കടന്ന് പ്രപഞ്ചം വിവർത്തനം ചെയ്യപ്പെട്ടു. അത് അതിൻ്റെ ഒരു ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു പോയി. അപ്പം ആ വിവർത്തനത്തിന് അത്തരം വിവർത്തനം നടക്കുന്നത് മായമാണ്. സംയുതനായ ബ്രഹ്മമാണ് ഈശ്വരൻ. ഇതിലെല്ലാം പറയുന്ന രണ്ട് കാരണങ്ങൾ: ഉപാദാന കാരണവും നിമിത്ത കാരണവും. ഉപാദാന കാരണം അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മണ്ണ് ആണ് കുടത്തിൻ്റെ ഉപാദാന കാരണം. കൃഷവൻ അല്ലെ ഋഷീലവനാണ് കുടം ഉണ്ടാക്കുന്ന ആളാണ് നിമിത്ത കാരണം. അപ്പം മായാസംവേദനായ ഈശ്വരനാണ് ഉപാദാന കാരണം. അതായത് കുടത്തിന് ബ്രഹ്മമാണ് നിമിത്ത കാരണം പ്രപഞ്ചത്തിൽ. പിന്നെ ഞാനത് ഇതെല്ലാം ചേർത്തുള്ള ഒരു മഹാവാക്യങ്ങൾ കേട്ടിട്ടുണ്ട്. 4 മഹാവാക്യങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ വേദാന്തം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സമ്മറി അതിനകത്ത് വരും. ഞാൻ ആരാണെന്നുള്ള ചോദ്യം മറ്റേ പുസ്തകങ്ങളുടെ മറ്റേ ചോദിച്ചത് അല്ല, നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം ശാന്തോക്യ ഉപനിഷത്ത് എന്ന് പറയുന്നതിലാണ് ഇതുള്ളത്. ഉദാലയൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ മകൻ ആരുണി ശ്വേതകേതു എന്ന് പറഞ്ഞിടത്താണ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, അങ്ങനെയാണ് പുസ്തകങ്ങൾ. തത്വമസി, തത്വം അസി, അത് നീയാകുന്നു. അപ്പം നീ അന്വേഷിച്ച് നടക്കുന്നത് നീ തന്നെയാകുന്നു. ഉപദേശവാക്യം സാമവേദത്തിലെ ചാന്ദ്രോക്യ ഉപനിഷത്തിലാണ് ഒന്നാമത്തെ. ഇതിന് ഉപദേശവാക്യം എന്ന് പറയും. ഒന്നാമത്തെ മഹാവാക്യം തത്വമസി. തത്ത് എന്ന് പറഞ്ഞാൽ മനോവാക്യ അഗോചരമായ ബ്രഹ്മം, കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത ബ്രഹ്മം. ത്വം നീ ഉപാധി പരിച്ഛിന്നനായ ജീവാത്മാവ്. അസി ആകുന്നു. പിന്നെ അപ്പം നീ അതാകുന്നു എന്ന് പറഞ്ഞു. അപ്പം നീ ആരാണെന്ന് പറഞ്ഞു. നീ അഥവാ ശിഷ്യപക്ഷത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയണ്ടേ. അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ്.
ആകെ ഈ ജീവാത്മാവ് ഞാൻ ക്ഷേത്രത്തിൽ ബ്രഹ്മം തന്നെയാണ്. അത് അഥർവവേദത്തിലെ മാണ്ഡവ്യ ഉപനിഷത്തിലാണ് ഈ വാക്യത്തിന് ആദ്യത്തെ ഉപദേശവാക്യം, രണ്ടാമത്തെ അനുസന്ധാന വാക്യം. ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. അത് എന്നിട്ട് അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം നാമരൂപാധികളായ ഉപാധികൾ കൊണ്ടാണ്. നമുക്ക് നാമവും രൂപവും ഒക്കെ ആയിട്ടുള്ള മറ്റു ഉപാധികൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നാതിരിക്കുന്നത്. അപ്പം തത്വമസ്യാത്വം തത്ത് ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിൻ്റെ മറുപടി പ്രജ്ഞാനം ബ്രഹ്മം എന്ന ലക്ഷണവാക്യത്തിലുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മം അത് ഋഗ്വേദത്തിൽ ഐതരേയ ഉപനിഷത്തിലാണ്. പ്രകൃഷ്ടമായ ജ്ഞാനം, ശുദ്ധമായ ബോധം, അതാണ് ബ്രഹ്മം. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അതിന് അനുഭവവാക്യം പോലെ യജുർവേദത്തിലെ മൃഗധാരണ്യ ഉപനിഷത്തിൽ നിന്നാണ് സാക്ഷാത്കരിക്കപ്പെടുന്ന പരമമായ ബ്രഹ്മവുമായുള്ള അഭേദത്വമാണ്. അതിൽ പരമമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ. അതിനകത്ത് അഭേദം ഒന്നും പറയണ്ട, അതിനൊന്നുമില്ല, രണ്ടെന്നില്ലാത്ത അവസ്ഥ. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്രയാണ് ഇതെന്നൊക്കെ പറയാൻ പറ്റില്ല. കാര്യം ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇത്ര വളരെ ചുരുക്കി. പിന്നെ അറിവുള്ള ഒരാളോടാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ധൈര്യം. കരുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ആരെങ്കിലും അത് പറയാനുണ്ടെങ്കിൽ